യെസ് അഡ്വക്കേറ്റ് സേനാപതി വേണു, മാറ്റങ്ങൾ വരട്ടെന്നേ. എന്തിനാണ് ഇത്ര ബേജാറ്? അല്ല, ഞങ്ങൾക്ക് ശ്രീപത്മനാഭൻ സാറേ, ഞങ്ങൾക്ക് ഒരു ബേജാറുമില്ല. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ അല്ല, അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ പറഞ്ഞതിൽ വസ്തുതാപരമായി എന്തെങ്കിലും പിശകുണ്ടോ? അല്ല, വസ്തുതാപരമായി ഒരുപാട് പിശകുകളുണ്ടെന്നേ. പെട്ടെന്ന് പറ. വസ്തുതാപരമായ ആ പിശകുകളിലോട്ടല്ലേ ഞാൻ വരുന്നത്. അദ്ദേഹം പറഞ്ഞ ഒന്ന് കോൺഗ്രസ് പാർട്ടിയിലെ ജനാധിപത്യത്തെ കുറിച്ചാണ്. സാറേ, ഞങ്ങളുടെ പാർട്ടിയിൽ മണ്ഡലം പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്, ബ്ലോക്ക് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്, ജില്ലാ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്, സംസ്ഥാന അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്, ദേശീയ അധ്യക്ഷനെ പുതുതായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. അതെല്ലാം അതിന്റെ ആ പ്രക്രിയയിൽ കൂടി അത് നടക്കുന്നു. ആ കാര്യത്തിനൊന്നും ഒരു തടസ്സവും ഇല്ല. ഞങ്ങളൊക്കെ അങ്ങനെ പാർട്ടിയുടെ ഭാരവാഹികൾ, ഞാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടിരുന്ന ആളാണ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടിരുന്ന ആളാണ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്, ഇപ്പൊ ഞാൻ KPCCയുടെ മീഡിയ വക്താവായിട്ട്. അപ്പോ ഇതിന്റെ അകത്ത് ഈ പ്രക്രിയകളൊക്കെ, ആ ജനാധിപത്യ പ്രക്രിയകളെല്ലാം നടക്കുന്നു. ആ കാര്യത്തിലൊന്നും ഭയമില്ല. പിന്നെ തെരഞ്ഞെടുപ്പുണ്ടോന്നാ? അല്ല, പിന്നെ അടുത്ത് തെരഞ്ഞെടുപ്പുണ്ടോന്നാ ചോദിച്ചത്? തെരഞ്ഞെടുപ്പുണ്ടോ? അല്ല, തെരഞ്ഞെടുപ്പില്ലാതെ അല്ല ഞാൻ ചോദിക്കുന്നത് BJPയുടെ ഏത് മണ്ഡലം പ്രസിഡന്റിനെയാണ്, BJPയുടെ ഏത് മണ്ഡലം പ്രസിഡന്റിനെയാണ് നിങ്ങൾ നാട്ടില് എന്താ പറഞ്ഞ ബാലറ്റ് പെട്ടി വെച്ചിട്ട് പാർട്ടിക്കാരെല്ലാം കൂടെ വന്ന് ക്യൂ നിന്ന് വോട്ട് ചെയ്ത് ഏത് BJPയുടെ മണ്ഡലം പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? ഞാൻ താമസിക്കുന്ന മണ്ഡലത്തിലൊന്നും അങ്ങനെ മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തായിട്ട് എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോ ഒരുപക്ഷെ അതിലുമൊക്കെ വളരെ കൃത്യമായ ജനാധിപത്യ പ്രക്രിയയിലാണ് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റുമാരെയും ബൂത്ത് പ്രസിഡന്റുമാരെയും മുകളിലോട്ടുള്ള ആളുകളെ ഒക്കെ തെരഞ്ഞെടുക്കുന്നത്. ആ കാര്യത്തിൽ ഒന്നും ഒരു തർക്കവുമില്ല. അല്ല, ഇവിടെ നമ്മുടെ പ്രശ്നം ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന വൺ നേഷൻ അല്ലെങ്കിൽ വൺ ഇലക്ഷൻ, ഇതിന്റെ അപ്രായോഗികതയെ കുറിച്ചാണ്. നിങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ കുറിച്ചൊക്കെ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം സാർ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ 2/3 ഭൂരിപക്ഷത്തിൽ ഇന്ത്യയിലെ ജനത ഇന്ദിരാഗാന്ധിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നേ. വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നു. ജനത തിരസ്കരിച്ച് വിടുകയല്ലേ ചെയ്തത്. 75-ലെ അടിയന്തരാവസ്ഥ, 78-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം സ്വേച്ഛാധിപതിയായിട്ടുള്ള ഒരു ഭരണാധികാരി ഭാരതത്തിന് മുമ്പുണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നു, ആ ഭരണാധികാരി നിങ്ങൾ പറയുന്നത്, നിങ്ങൾ എന്നിട്ടാണ് കൊണ്ടുപോവുകയാണ്. അതിന്റെ ആദ്യപടിയായിട്ട് ഇതിനെ കാണാൻ എന്നാണല്ലോ വിമർശനാവസ്ഥയിൽ ജനങ്ങൾ മാറ്റി നിർത്തിയ, അടിയന്തരാവസ്ഥയിൽ ഇന്ത്യയിലെ ജനങ്ങൾ മാറ്റി നിർത്തിയ ആ ഭരണാധികാരിയാണെന്ന് 80-ൽ വീണ്ടും വർദ്ധിത ഭൂരിപക്ഷത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചു കൊണ്ടുവന്നത്. അപ്പൊ എന്തേ അത് നമ്മൾ കാണാത്തത്? അപ്പോ ഇവിടെ ഇപ്പൊ നമ്മുടെ ഡിബേറ്റിന്റെ വിഷയം എന്താണ്? നമ്മുടെ ഡിബേറ്റിന്റെ വിഷയം കോൺഗ്രസിലെ ഇലക്ഷനോ BJPക്കകത്തെ ഇലക്ഷനോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോ അതല്ല എങ്കിൽ അതൊന്നുമല്ല. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വിഷയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അത് പാർലമെന്റിൽ അവതരിപ്പിക്കട്ടെ. പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ തെളിയിച്ചോട്ടെ. പാർലമെന്റ് ആണല്ലോ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ. ഞങ്ങൾക്ക് ഒരു തടസ്സവുമില്ല. അവിടെ അത് ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങൾ അവതരിപ്പിച്ചോളൂ. നിങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു മുമ്പ് പറഞ്ഞ പോലെ ഒരു ബേജാറോ ഒരു വേവലാതിയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഉത്കണ്ഠയോ ഇല്ല. പക്ഷേ ഇവിടെ ചില എന്താ പറഞ്ഞ 10-75 കൊല്ലമായി നമ്മുടെ രാഷ്ട്രത്തിൽ നിലനിൽക്കുന്ന ചില പ്രക്രിയകൾ, ചില പ്രീസിഡൻസ്, അതിനെ ഒറ്റയടിക്കങ്ങ് ഇല്ലാതാക്കിക്കൊണ്ട് ഞങ്ങൾ ഇതെല്ലാം ഒന്ന് പിടിച്ചെടുക്കാം എന്നുള്ളത്. ഇനി മാറ്റങ്ങൾ വേണ്ടേ, പരിഷ്കാരങ്ങൾ വേണ്ടേ? അല്ല, ഒരു മിനിറ്റ് അല്ലേ. പാർലമെന്റ് തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും, ഇനി അതിനുശേഷം ത്രിതല പഞ്ചായത്തുകളുടെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത് എന്താ? 100 ദിവസം കഴിഞ്ഞിട്ട് നടത്തണം. അപ്പൊ ഇതിനോടൊപ്പം അല്ല നടക്കുന്നത്. അതാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം അല്ല നടക്കുന്നത്. നമ്മൾ അറിയേണ്ടത് ഇവിടെ എന്താ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ ക്രമസമാധാന നില പാലനം എന്നൊക്കെ പറയുന്നത് വലിയൊരു പ്രക്രിയയാണ് സാർ. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും അറേബ്യൻ രാജ്യങ്ങളും പൂർണ്ണമായി ചേർന്ന 10-40 രാഷ്ട്രങ്ങൾ ചേർന്നാൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ പകുതി പോലും ആകുന്നില്ല. 140 കോടി ജനസംഖ്യയും 98 കോടി വോട്ടർമാരുമുള്ള ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്തിലെ ഒരു 10-45-50 രാഷ്ട്രങ്ങൾ, അതായത് 1 കോടി 1.5 കോടി 2 കോടിയൊക്കെ ഉള്ള ജനസംഖ്യയുള്ള 10-30 40 രാഷ്ട്രങ്ങളിൽ നടക്കുന്ന എന്താ പറഞ്ഞ ഒരു ജനാധിപത്യ പ്രക്രിയക്ക് സമമാണ് ഈ രാജ്യത്ത് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോ ഒറ്റ ദിവസം കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇപ്പോ നമുക്കറിയാം ഈ നക്സൽ ഇടനാഴി 2026 കൊണ്ട് നിങ്ങൾ തുടച്ചു നീക്കുന്നൊക്കെയാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, സന്തോഷമായ കാര്യം. പക്ഷേ ക്രമസമാധാന നില പാലനത്തിന് ഇപ്പോ ജമ്മു ആൻഡ് കശ്മീരിൽ എത്ര കമ്പനി CRPF-നെയും BSF-നെയാണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്?
ഈ സ്ഥിതിവിശേഷത്തിലൊക്കെ ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫേസ് ആയിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അത് പ്രായോഗികമല്ല എന്നുള്ള ഒരു കാര്യം നിലനിൽക്കുന്നു. 18 5 പ്രധാന ഭരണഘടനാ ഭേദഗതിയും 18 അനുബന്ധ ഭരണഘടനാ ഭേദഗതിയും അത് നടപ്പിലാക്കാൻ ഇപ്പോൾ സാധ്യമല്ല. ഞാൻ വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യം നമ്പ്യാരെ, കഴിഞ്ഞ 10 കൊല്ലം മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇത് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് വേണമായിരുന്നെങ്കിൽ 2024 തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് ഈ ഈ ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ പറ്റുമായിരുന്നില്ലേ? പിന്നെ എന്തിനാ? കാരണം ഈ ശുപാർശ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീ രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അത് സമർപ്പിച്ചതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് നടപ്പിലാക്കാമായിരുന്നല്ലോ. അപ്പൊ ഇപ്പോ കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ ഈ ഒരു ചർച്ചയുമായിട്ട് വന്നിരിക്കുന്നത് യഥാർത്ഥ ജനകീയ വിഷയങ്ങളിൽ നിന്ന് എന്താ പറഞ്ഞേ ഒളിച്ചോടുന്നതിനും മുമ്പ് ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന്റെ ഇഷ്യൂ ഒന്ന്, ത്രിതല പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പിന്റെ ഇഷ്യൂ മറ്റൊന്ന്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ ഇഷ്യൂ മറ്റൊന്ന്, അങ്ങനെ വൈവിധ്യമാർന്ന ഒരു ജനഹിതം നിലനിൽക്കുന്ന ഇത്രയും വിപുലമായ ഒരു വോട്ടർമാരുള്ള ഒരു നാട്ടിൽ ഇതിനെല്ലാം ഒരു വാട്ടർ ടൈറ്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഒരു റെയിൽവേയുടെ കേജ് പോലെ ഇതിനെല്ലാം കൂടെ ഒന്നിപ്പിക്കുക എന്നുള്ള ആ പ്രക്രിയ അത് ജനാധിപത്യത്തിന് ആരോഗ്യപരമായ ഒരു കാര്യമല്ല, നമ്മുടെ നാടിന് ഗുണകരമല്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അടുത്ത ഒരു 10 കൊല്ലക്കാലത്തേക്ക് ഈ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇന്ന് അമിത്ഷായും അതുപോലെ തന്നെ 2029 ഈ രീതിയിൽ നടത്തുന്നു ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ല, അതാ പറഞ്ഞ അടുത്ത BJPയുടെ ഈ കാലാവധി തീരുന്നതിന് മുമ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്നാണ് അമിത്ഷാ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. അമിത്ഷായുടെ വാർത്താ സമ്മേളനത്തിന്റെ എന്താ പറഞ്ഞ അതിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായി. ഇന്ന് പല പത്രങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. BJPയുടെ ഈ ഭരണം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന സൂചനകളാണ് സൂചനകളായിക്കൊള്ളട്ടെ. ആ സൂചനകൾ നടക്കുമ്പോൾ ഞങ്ങളുടെ ഉത്കണ്ഠ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടല്ലോ. ഓക്കെ.